പിറ്റേന്ന് രാവിലെ തന്നെ റൂം വെക്കേറ്റിട്ട് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങിട്ടോ. എങ്ങോട്ടേക്ക് പോകണമെന്ന് ഇതുവരെ നിലവിൽ തീരുമാനമൊന്നും ആയിട്ടില്ല കേട്ടോ. തളിപ്പറമ്പുള്ള കൂട്ടുകാരൻ പറഞ്ഞ അനുസരിച്ച് വർഷങ്ങളോളം പഴക്കം വരുന്ന കുറച്ച് പള്ളികളും വീടുകളും കാണാനായിട്ടോ ഞങ്ങൾ ആദ്യം പോയത്. കണ്ണൂർ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തെന്ന ആൾ ഇവനാട്ടോ, പേര് ഉബൈദ്. അവനോടും യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ ഇരിട്ടിയിലുള്ള ഈ ബുൾജറ്റിന്റെ വീട് കാണാനാട്ടോ പോയത് വെറുതെ ആയി പോയിട്ടോ. അവിടെ ഒറ്റ മനുഷ്യനെ കാണാൻ പറ്റില്ല കേട്ടോ. എങ്ങോട്ടേക്ക് പോകണമെന്ന് ഓർത്തപ്പോഴാട്ടോ ഒറ്റ മൈൻഡ് ഊട്ടിക്ക് വിട്ടാലോ എന്ന്. ഇരിട്ടിന്ന് ഊട്ടിക്ക് ഏകദേശം 200ഓളം കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് വയനാട്ടിൽ നിന്ന് ചോറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. സുൽത്താൻ ബത്തേരി കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ തമിഴ്നാട് എൻ്റർ ആയിട്ടോ. തമിഴ്നാട് കയറിയപ്പോൾ തന്നെ പോലീസ് ഞങ്ങൾ പിടിച്ചു വിട്ടോ. ഇ പാസ് ഇല്ലാണ്ട് അങ്ങോട്ടേക്ക് കടത്തുവിടില്ല. ഏകദേശം അരമണിക്കൂറിന്റെ കാത്തിരിപ്പിന് ശേഷം ഓൺലൈനിൽ നിന്ന് ഇ പാസ് എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് സ്കൂട്ടായിട്ടോ. ഏകദേശം 6 മണിയോടെ ഗൂഡല്ലൂരിൽ നിന്ന് ഞങ്ങൾ ചുരം കയറി തുടങ്ങിട്ടോ. അവിടെ നിന്ന് മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം തണുപ്പിന്റെ തീവ്രത കൂടിക്കൊണ്ടിരുന്നു കേട്ടോ. തമിഴ്നാട് ഒട്ടനവധി സ്ഥലങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ടെങ്കിലും ഊട്ടിയിലോട്ട് ഫസ്റ്റ് ടൈം ആയിട്ടോ പോണേ. അതിന്റെ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ എനിക്ക്. പോകുന്ന വഴിക്ക് കണ്ടുമുട്ടിയാട്ടോ ഇവരെ. അപ്പനും മോനുവാ ബംഗാളിന്ന് ബൈക്കായിട്ട് ഇന്ത്യ ഇറങ്ങാൻ വേണ്ടി ഇറങ്ങിയേക്കണ കേട്ടോ. ഈ പ്രായത്തിലും ഇത്രയും CC കുറഞ്ഞ ബൈക്കിലും ഇതുപോലെ യാത്ര ചെയ്യാൻ കാണിക്കുന്ന ഇവരുടെ ഈ മനസ്സുണ്ടല്ലോ, ഇവരെ പോലുള്ളവരാട്ടോ എനിക്കെന്നും ഇൻസ്പിറേഷൻ. 6 മണിയുടെ അടുത്ത് ഞങ്ങള് ഊട്ടി എത്താറായിട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഊട്ടി എത്താറായപ്പോ. ഇതുവരെ ഒരു ബനിയൻ മാത്രം ഇട്ട് വണ്ടി ഓടിച്ച് എനിക്ക് ഒരു ജാക്കറ്റ് ഇടാണ്ട് ഇനി ഒട്ടും ഓടിക്കാൻ വയ്യാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കുടിക്കൂ. അപ്പോൾ ബാക്കി നാളെ.